ഇത് കൽപ്പന ചൗള. ബഹിരാകാശ യാത്ര നടത്തി ഇന്ത്യക്ക് അഭിമാനമായ കൽപ്പന ചൗള 2003 കൊളംബിയ ദുരന്തത്തിൽ കത്തിയമർന്ന നക്ഷത്രം. ഇന്ത്യൻ വംശജയായ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ് കൽപ്പന ചൗള. 1962 മാർച്ച് 17 ഇന്നത്തെ ഹരിയാനയിലെ കർണാലിൽ ആണ് കൽപ്പന ജനിച്ചത്. കുട്ടിക്കാലത്തെ പേര് മോണ്ടു എന്നായിരുന്നു. അച്ഛനായ ബനാർസി ലാലിന് മകളെ ഒരു ഡോക്ടറോ ടീച്ചറോ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ കുഞ്ഞു മോണ്ടുവിന് ആഗ്രഹം ബഹിരാകാശത്ത് പറന്ന് നടക്കണമെന്നായിരുന്നു. പശ്ചിമ പഞ്ചാബിലെ ഗുജൻവാലയിൽ നിന്നുള്ളവരായിരുന്നു കൽപ്പനയുടെ പൂർവികർ. 1947 ഇന്ത്യ വിഭജനത്തെ തുടർന്ന് അവർ ഇന്നത്തെ ഹരിയാനയിലെ കർണാലിൽ അഭയാർത്ഥികളായി എത്തി. ആ പരിമിതമായ സൗകര്യത്തിൽ നിന്നിട്ട് അച്ഛൻ ബനാർസി ലാൽ കഠിനമായി ജോലി ചെയ്ത് പണം സമ്പാദിച്ചു. കർണാലിലെ ടാഗോർ ബാലനികേതനിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. അധിക മാർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യം കർണാലിൽ ഉണ്ടായിരുന്നു. ഒരു ഫ്ലൈയിങ് ക്ലബ്ബ്. അച്ഛൻ ബനാർസി ലാൽ കുഞ്ഞു മോണ്ടുവിനെ ഫ്ലൈയിങ് ക്ലബ്ബിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു. 1982 പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്തു. 1984 എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദമെടുത്തു. 1986 സയൻസിൽ രണ്ടാമതൊരു ബിരുദം കൂടി. 1988 കൊളറാഡോ സർവകലാശാലയിൽ നിന്ന് PhD കിട്ടി. അമേരിക്കൻ പൗരത്വം നേടിയ ജീൻ പിയറി ഹാരിസണെ 1983 വിവാഹം ചെയ്തു. കൽപ്പനയും അമേരിക്കൻ പൗരത്വം നേടി. ഇന്ത്യയിൽ ജനിച്ച് അമേരിക്കൻ പൗരത്വം നേടിയ ആദ്യ ബഹിരാകാശ യാത്രികയാണ് കൽപ്പന. അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് കൽപ്പന ചൗള ബഹിരാകാശ യാത്ര നടത്തിയത്. 1997 നാസയുടെ ബഹിരാകാശ യാത്രയിലാണ് അവർ ആദ്യമായി അംഗമായത്. 2003 ബഹിരാകാശ യാത്രയിലാണ് ദുരന്തം നടന്നത്. ഇന്ത്യയിൽ ജനിച്ചവരിൽ കൽപ്പന ചൗളയ്ക്ക് മുൻപ് രാകേഷ് ശർമ്മ മാത്രമേ ബഹിരാകാശത്ത് പോയിട്ടുള്ളൂ. രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത് 1984 ആണ്. രാകേഷ് ശർമ്മ സോവിയറ്റ് യൂണിയൻ്റെ ബഹിരാകാശ വാഹനത്തിലാണ് ബഹിരാകാശ യാത്ര നടത്തിയത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട്. കൽപ്പന ചൗളയാകട്ടെ അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ബഹിരാകാശ യാത്ര നടത്തിയത്. കൽപ്പന ചൗള എന്ന ഈ ധീര വനിത എക്കാലവും നക്ഷത്രശോഭയോടെ തിളങ്ങി നിൽക്കും.